UAE-യിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങളുടെ സമയമാണ് ജൂലൈ മാസം മുതൽ ഉണ്ടാവുന്നത്. UAE-യുടെ ഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വരുത്തുന്ന എത്തിഹാദ് റെയിലുമായി ബന്ധപ്പെട്ട കടന്നുവരവാണ് ജൂലൈയിൽ മുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജൂൺ 30-ന് ട്രെയിനിന്റെ ഇനാഗുറൽ ജേർണി നടക്കും, അബുദാബി ടു ഫിജേറ. അതിനുശേഷം www.etihaderail.ae എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയും ആപ്പിലൂടെയും നമുക്ക് ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാം. ദുബായ് അൽദെയ്ദ് സ്റ്റേഷനുകൾ സെപ്റ്റംബർ 30-നും അൽദഫ്ര സ്റ്റേഷൻ ഡിസംബർ 30-നും ഷാർജ സ്റ്റേഷൻ 2027 മാർച്ച് 30-നും ഒക്കെ ആയിട്ട് പിന്നീട് തുറക്കുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ എത്തിഹാദ് റെയിൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട നിരക്കുകൾ മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമ്മൾ പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നിരക്കുകളിൽ വലിയ വർധനവ് വരികയാണ്. പുതുക്കിയ നിരക്കുകൾ അനുസരിച്ച് സാധാരണ നിലയിൽ നമുക്ക് 36 പേജുള്ള ഒരു പാസ്പോർട്ട് പുതുക്കണമെങ്കിൽ 1500 രൂപയായിരുന്നത് 2500 രൂപയിലേക്ക് മാറിയിട്ടുണ്ട്. തത്കാലിലാണ് നമ്മൾ അപേക്ഷകൾ നൽകുന്നതെങ്കിൽ 3500 രൂപയിൽ നിന്നും 5000-ആയി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വർധനവാണ് വന്നിരിക്കുന്നത്. മൊത്തം 75% കണക്കിനാണ് വർധനവ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഡീറ്റെയിൽ നിരക്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇന്ത്യൻ പാസ്പോർട്ട് സേവനദാതാവ് മാറുന്നു എന്നുള്ളതാണ് ജൂലൈ 1 മുതൽ വരുന്ന മറ്റൊരു മാറ്റം. UAE-യിൽ BLS ഇന്റർനാഷണലിൽ നിന്നും നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് വിസ കൗൺസിലർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി അൽഹിന്ദ് ട്രാവൽ ആൻഡ് ടൂറിസം LLC ആണ് സമീപിക്കേണ്ടത്. UAE-യിൽ ഉടനീളം അവരുടെ 16ഓളം കേന്ദ്രങ്ങൾ സജ്ജമായിട്ടുണ്ട്. കുറഞ്ഞ സേവന നിരക്കിൽ 19 ദിർഹം സേവന നിരക്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അപ്പോയിന്റ്മെന്റുകൾ കിട്ടുന്ന തരത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് വിസ കൗൺസിലർ സേവനങ്ങൾ BLS-ൽ നിന്നും അൽഹിന്ദിലേക്ക് മാറുകയാണ്. എയർ സുവിധയുമായി ബന്ധപ്പെട്ട സംവിധാനം വീണ്ടും പ്രാബല്യത്തിൽ വരുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഓൾറെഡി പ്രാബല്യത്തിലായിട്ടുണ്ട്, എങ്കിലും നമ്മൾ അക്കാര്യം കൂടി പറയുകയാണ്. ആഗോളതലത്തിൽ എബോള വൈറസ് വ്യാപനം ബാധകമായ സാഹചര്യത്തിലാണ് വീണ്ടും എയർ സുവിധ നമ്മൾ പൂരിപ്പിച്ച് നൽകേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ 24 മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ എയർ സുവിധയുടെ സൈറ്റിൽ കയറി നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കോവിഡ് കാലത്തൊക്കെ ചെയ്തതുപോലെ അതിന്റെ വിശദാംശങ്ങൾ നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കുക. നാട്ടിലെത്തുമ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ ചോദിക്കുമ്പോൾ അത് നൽകുക എന്നുള്ളതാണ്, അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എയർ സുവിധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്. 2026 ജൂലൈ 3-ന് UAE-യിലെ സ്കൂളുകൾ വേനൽക്കാല അവധിക്കായി അടയ്ക്കും. 8 ആഴ്ചത്തെ അവധിക്കാലത്തിന് ശേഷം ഓഗസ്റ്റ് 31 തിങ്കളാഴ്ചയായിരിക്കും അത് തുറക്കുക. ഷാർജയിലെ പെയ്ഡ് പാർക്കിംഗ് സമയങ്ങളിൽ മാറ്റം വരികയാണ്. ഇനി പുതിയ പെയ്ഡ് പാർക്കിംഗ് സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ ആയിരിക്കും. UAE-യിലെ ബിസിനസ്സുകൾക്ക് ഈ ഇൻവോയ്സിംഗ് നിർബന്ധമാക്കുകയാണ്. UAE-യിലെ കമ്പനികൾ ജൂലൈ 1-നകം ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറെ തെരഞ്ഞെടുത്തിരിക്കണം എന്നുള്ളതാണ്. ഭാവിയിലെ നികുതി തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഈ ഡിജിറ്റൽ ഇൻവോയ്സിംഗ് രീതി ബിസിനസ്സുകൾക്ക് ഏറെ സഹായകമാകും എന്നുള്ള ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഏറെ പോപ്പുലർ ആയിട്ടുള്ള ദുബായ് സമ്മർ സർപ്രൈസ് ജൂലൈ 2-നാണ് ആരംഭിക്കുന്നത്. ജൂലൈ 2 മുതൽ ഓഗസ്റ്റ് 30 വരെ വിലക്കിഴിവിന്റെയും വലിയ ഷോപ്പിംഗ് ഉത്സവത്തിന്റെയും സമയമായിരിക്കും ദുബായിലെങ്ങും ഉണ്ടാവുക. UAE-യിൽ ജൂലൈ മാസത്തിലെ ഇന്ധന വില സംബന്ധിച്ച പ്രഖ്യാപനമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം. ആഗോള തലത്തിൽ എണ്ണ വിലയിലുണ്ടായ മാറ്റങ്ങൾക്കനുസൃതമായി ജൂലൈയിലെ എണ്ണ വിലയിൽ കാര്യമായിട്ടുള്ള കുറവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് ജൂലൈയുമായി ബന്ധപ്പെട്ട് UAE-യിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ.